ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആക്സെപ്റ്റ്, അണ്ടർസ്റ്റാൻഡ് ആൻഡ് ലവ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലേ? ഒരാൾക്ക് പൂർണ്ണമായും മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാറുണ്ട്, എന്നെ മനസ്സിലാവുന്നുണ്ടോ എന്ന്. ചിലപ്പോൾ നമുക്ക് തന്നെ നമ്മളെ മനസ്സിലാവില്ല. കാരണം സ്ട്രെസ്സാണ്, മൊത്തം സ്ട്രെസ്സാണ്. പിന്നെ മറ്റുള്ളവർക്കുണ്ടോ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു അല്ലേ? എല്ലാത്തിനും ചിലപ്പോഴൊക്കെ നമുക്ക് മറ്റുള്ളവരുടെ വാലിഡേഷനും ആവശ്യം വരും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയോ? മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവോ? അങ്ങനെ 100, 150 ക്വസ്റ്റ്യൻസ് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കും. ഇനി നമ്മളൊരു കൂട്ടത്തിൽ കൂടെ പോകുമ്പോൾ നമ്മളൊരു ബ്ലൂ പാൻ്റ് ഇട്ടെന്നിരിക്കും, എല്ലാവരും ഒരു യെല്ലോ ഷെയ്ഡിലൊരു പാൻ്റ് ഇട്ടാണ്. അപ്പോൾ നമ്മൾ ബ്ലൂ പാൻ്റ് ഇട്ടത് ശരിയാണോ? പക്ഷെ അവിടെ യെല്ലോ പാൻ്റ് ഇടണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ബട്ട് വി ഫീൽ ദാറ്റ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു വാലിഡേഷൻ വേണം. നമ്മൾ യെല്ലോ പാൻ്റ് ഇടാത്തത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തുകൊണ്ട് എല്ലാവരും യെല്ലോ പാൻ്റ് ഇട്ടു വന്നു? അവിടെ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നും ആവശ്യമേ ഇല്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ വാലിഡേഷൻ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് എന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് വരാം. ഇനി വേറൊരു കാര്യമുണ്ട്, എല്ലാവർക്കും എല്ലാവരും മനസ്സിലായെന്ന് വരില്ല. കാരണം ഓരോരുത്തരുടെ ഇമോഷണൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോഴും നമ്മൾ പേടിച്ചിരിക്കുമ്പോഴും നമ്മളൊരു സഹായം, ഒരു ഇമോഷണൽ സപ്പോർട്ട് ചോദിക്കുമ്പോൾ അത് നമ്മളുടെ കയ്യിൽ ആ ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതർവൈസ് അതർ പേഴ്സൺ വാട്ട് ദേ വിൽ ഡു, ദേ വിൽ ജസ്റ്റ് അവോയ്ഡ് ദ പേഴ്സൺ ഹൂസ് ആസ്കിങ് ആൻ ഇമോഷണൽ ഹെൽപ്പ്. ചില സമയത്ത് നമ്മളൊരു ഇമോഷണൽ ട്രാപ്പിൽ പെട്ടുപോയിട്ടുണ്ടാവും. ഇമോഷണൽ ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സമയത്ത് പേടി തോന്നിയിരിക്കാം, ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഇതൊന്നും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. കാരണം അവരൊരു പക്ഷേ നമ്മളെക്കാൾ സ്ട്രോങ് ആയിരിക്കാം. അതുമല്ലെങ്കിൽ അവർക്ക് നമ്മളുടെ പ്രോബ്ലംസ് ഒന്നും കേൾക്കാൻ സമയമുണ്ടായിരിക്കില്ല. എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളും അവരവരുടെ കടമകളും നിർവഹിക്കേണ്ട അവസരത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരെ കൂടുതലായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരാണ് കഷ്ടപ്പെടുന്നത്. കാരണം അവർ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് കടമകൾക്കും കർത്തവ്യങ്ങൾക്കും പിന്നാലെ പോകുമ്പോൾ വാട്ട് അതർ പേഴ്സൺ സഫേഴ്സ് ഇസ് ജസ്റ്റ് ദേ ആർ ജസ്റ്റ് നെഗ്ലക്റ്റിംഗ്. ഫോക്കസ് കടമകളിലും കർത്തവ്യങ്ങളിലുമാണ്. എന്നാൽ നമ്മൾ പറയുന്നത് കേൾക്കാനോ വാട്ട് ഈസ് അവർ ഇമോഷണൽ കണ്ടീഷൻ എന്നത് മനസ്സിലാക്കാനോ അടുത്തുള്ള ആൾക്ക് പറ്റില്ല. അപ്പോഴും നമ്മൾ ചോദിക്കും, എന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല അല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവർക്കും മനസ്സിലാക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ? എല്ലാവർക്കും അതിനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ല. ഇനി ഇമോഷണൽ ട്രാപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള തോട്ട്സ്, ഇമോഷൻസ്, ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയുന്നില്ല, ചില സമയത്ത് പറ്റുന്നില്ല. സോ വി സീക്ക് ഹെൽപ്പ്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കും, എന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഐ നീഡ് സം ഹെൽപ്പ്. എനിക്ക് ഈ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കണം. സോ ഐ നീഡ് സം ഹെൽപ്പ്. സോ നമ്മൾ പ്രാക്ടീസ് ചെയ്ത സ്റ്റിൽനെസ്സോ മെഡിറ്റേഷനോ എന്തെടുത്തിട്ടും വർക്കാവുന്നില്ല. സോ എഗെയിൻ വി സീക്ക് ഹെൽപ്പ്. എന്നെ മനസ്സിലാക്കുന്നുണ്ടോ? സോ വാട്ട് വി ഹാവ് ടു ഡു ഫോർ അവർ സെൽഫ്, ഫസ്റ്റ് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. ഓക്കെ, ദ സിറ്റുവേഷൻ ഈസ് ലൈക്ക് ദിസ് ആൻഡ് കം ഔട്ട് ഓഫ് ദ സിറ്റുവേഷൻ. വേറെ നിങ്ങൾക്ക് ഈ സ്ട്രെസ്സിനെ മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ആ സിറ്റുവേഷനിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. പതിയെ ആ ഇമോഷണൽ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റും. പിന്നെ മറ്റൊരാളുടെ വാലിഡേഷനോ ജഡ്ജ്മെൻറ്റിനോ അല്ലെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുമെന്ന് വെച്ച് നമുക്ക് കാത്തിരിക്കേണ്ട ആവശ്യവുമില്ല. എന്തുകൊണ്ടായിരിക്കും മറ്റാൾ നമ്മളെ മനസ്സിലാക്കാത്തത്? ഒരുപക്ഷെ നമ്മൾ അയാൾക്ക് അത്രയും പ്രിയപ്പെട്ടത് അല്ലാത്തത് കൊണ്ടാകാം. അതുമല്ലെങ്കിൽ ഈ സമയം നമ്മളെ മനസ്സിലാക്കേണ്ടുന്ന സമയം അയാൾക്ക് മറ്റെന്തെങ്കിലും ഉപയോഗപ്രദമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് കരുതുന്നുണ്ടാകാം അല്ലേ? എന്തുകൊണ്ടും നമ്മൾക്ക് നമ്മളുടെ ഇമോഷണൽ ട്രാപ്പിൽ നിന്ന് പുറത്ത് കടക്കണം. ഈ വാലിഡേറ്റ് ചെയ്യേണ്ട ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ,
ഞാനിത് ചെയ്യുന്നത് ശരിയാണോ, ഞാനിങ്ങനെ ചെയ്താൽ അങ്ങനെ ഉണ്ടാവോ, ആ ഒരു മെൻറ്റാലിറ്റിയിൽ നിന്നും നമ്മൾ പുറത്ത് കിടക്കണം. പിന്നെ ഒരേ ഒരു കാര്യമുണ്ട്, നന്നായി ഇമോഷണൽ മെച്യൂരിറ്റി ഉള്ള ആൾക്ക് മാത്രമേ മറ്റൊരാളെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അയാളുടെ വിഷമങ്ങളും അയാളുടെ ബുദ്ധിമുട്ടുകളും അത് അയാളുടേത് മാത്രമാണെന്ന് അയാൾ കേൾക്കുന്ന ആൾ വിചാരിക്കും. ഒരാളുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കാൻ എളുപ്പമൊന്നുമല്ല. അതിന് കുറച്ച് എമ്പതി എല്ലാം വേണമല്ലേ. സോ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് എന്നെ മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കാതെ ആക്സെപ്റ്റ് യുവർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ്. എല്ലാവർക്കും എല്ലാവരെയും മനസ്സിലാകും എന്ന് നമ്മൾ കരുതേണ്ടതില്ല. താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ് ജിത.